ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും. നമ്മുടെയൊക്കെ പലരുടെയും വീട്ടിൽ ചിലപ്പോൾ ഹാർഡ് വാട്ടർ ആയിരിക്കും. അപ്പോൾ ഈ ഹാർഡ് വാട്ടർ എന്ന് പറയുമ്പോഴത്തേനും വെള്ളത്തിന് TDS കൂടുതലായതുകൊണ്ട് വെള്ളം ഹാർഡായി നമുക്ക് ഇതിന് മുമ്പേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ TDS ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കമൻസ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പലരുടെയും വീട്ടിൽ ഹാർഡ് വാട്ടർ ഉണ്ട്. അപ്പോൾ ഈ ഹാർഡ് വാട്ടർ മൂലം നമുക്ക് പലപ്പോഴും എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ മുടിയൊക്കെ ഒരുമാതിരി ചകിരിനാര് പോലെ ആവും. ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് പേര് ഫേസ് ചെയ്തിട്ടുണ്ടാകും. മുടി കൊഴിച്ചിലൊക്കെ പലരും ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാനവിടെ ചെയ്യുന്നത്. പക്ഷേ അതിന് മുമ്പ് എനിക്കൊരു ഡിസ്ക്ലെയിമർ പറയാനുണ്ട്. ഇതൊരു 100% നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മുടിയൊക്കെ സംരക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് വാട്ടർ ഇഷ്യൂസ് എല്ലാം ഒഴിവാക്കപ്പെടും, അങ്ങനെ ഒരു സൊല്യൂഷനാണെന്ന് വിചാരിക്കരുത്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സപ്പോർട്ടിംഗ് ആയിട്ട്, അതായത് നിങ്ങളിപ്പം ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, അതിന് കുറേ പരിധി വരെ നമുക്കൊരു ഹെൽപ്പ് തരുന്ന രീതിയിലുള്ളൊരു സൊല്യൂഷൻ മാത്രമാണിത്. അല്ലാതെ ഇതിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇതിനൊരു സൊല്യൂഷനായിട്ട് പറയുന്നത് ഒരു ഷവർ ഫിൽറ്ററാണ്. അതായത് ഇതൊരു അറ്റാച്ച്മെൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ ഷവർ ഹെഡിലോ അല്ലെങ്കിൽ ടാപ്പിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഞാനിവിടെ കാണിക്കുന്നത് അക്വാ ഹോം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഷവർ ഫിൽറ്ററാണ്. അതിപ്പോൾ നിങ്ങൾക്ക് വേറെ പല ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് വേണം നോക്കാവുന്നതാണ്. ഇതിൻ്റെ ഏകദേശം എല്ലാത്തിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ സെയിം ആണ്. ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഫിൽറ്റർ ഉണ്ടാവും. അതായത് ഒരു ചെറിയൊരു ഫിൽറ്റർ കമ്പോണൻ്റ് ഉണ്ടാവും. അത് നമുക്ക് ഒരു കാട്രിഡ്ജ് ആയിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാം, ഒരു അറ്റാച്ച്മെൻറ്റിനകത്ത്. എന്നിട്ട് അതിനകത്ത് പല ലെവലിലുള്ള ഫിൽട്രേഷൻ ഉണ്ട്. ഇപ്പോൾ തന്നെ നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഇതിന് 15 സ്റ്റേജ് ഫിൽട്രേഷൻ ഉണ്ടെന്നാണ് ഈ കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അതിൽ പല ലെവലായിട്ട്, അതായത് കോട്ടൺ ആയിട്ടും അല്ലെങ്കിൽ ഈ കുറച്ച് ഇതിനൊരു അഡീഷണൽ ആയിട്ട് മാഗ്നറ്റൈസ്ഡ് ബോൾസ് ആയിട്ടും അങ്ങനെ പല രീതിയിലുള്ള ലെവലായിട്ടാണ് ഇതിൻ്റെ ഒരു ഫിൽട്രേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 15 ലെവലുള്ള ഫിൽട്രേഷൻ അത് പലതിലും പല രീതിയിലുള്ള കെമിക്കൽ പ്രോസസ്സ് നടക്കുന്ന ഈ വെള്ളം കുറച്ച് ബെറ്റർ ആവും. അല്ലെങ്കിൽ ബെറ്റർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹാർഡ്നെസ്സിന് ഒരു ചെറിയൊരു കുറവുണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു പ്രോഡക്റ്റിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പാക്കിംഗ് ഒന്ന് നോക്കാം. അതായത് ഇതുപോലത്തെ ഒരു പാക്കിലാണ് ഇത് വരുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ഫിൽറ്ററിങ് യൂണിറ്റ്. അതായത് ഈ ഒരു പ്രോഡക്റ്റിനോട് എനിക്ക് 2 കിട്ടി. അപ്പോൾ നമുക്കിത് ഈ മെറ്റൽ ആയിട്ട് കാണുന്ന ഈ ഒരു കണ്ടെയ്നറിനകത്ത് ഈ ഫിൽറ്ററിങ് യൂണിറ്റ് ഇറക്കി വെച്ചിട്ടാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. അപ്പം നമ്മൾ ഇത് ഒരു 6 മാസമൊക്കെ ഒരെണ്ണം ഉപയോഗിക്കാം. അപ്പോൾ അതിനുശേഷം അത് മാറ്റിയിട്ട് അടുത്ത കാട്രിഡ്ജ് ഉപയോഗിക്കുക. ഈ കാട്രിഡ്ജ് മാത്രമായിട്ട് അവൈലബിൾ ആണ് നമുക്ക് വാങ്ങിക്കാനായിട്ട്. അപ്പം ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം ഇതിങ്ങനെ തുറന്നിട്ട് നമ്മൾ ഇതിനകത്ത് കാട്രിഡ്ജ് ആഡ് ചെയ്ത്, ഇപ്പോൾ തന്നെ ഇതിനകത്ത് ഒരു കാട്രിഡ്ജ് ഉണ്ട്, ഒരെണ്ണം എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഈ കാട്രിഡ്ജ് ഇതിനകത്ത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് നമ്മുടെ ഷവർ ഫിൽറ്ററിൽ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അവരൊരു വാഷറൊക്കെ തന്നിട്ടുണ്ട് നമുക്കത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫിറ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷവർ ഹെഡ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഷവർ ഹെഡ് ഊരിയെടുക്കുക നമുക്ക്, എന്നിട്ട് അതിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഷവർ ഹെഡ് ഊരിയെടുത്തിട്ട്, ഞാനൊരു ഷവർ ഹെഡിലാണ് ഫിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടാപ്പിൽ ഫിറ്റ് ചെയ്യാം, എന്നിട്ട് ബക്കറ്റിലേക്ക് വെള്ളം കളക്ട് ചെയ്യുമോ അങ്ങനെ ഉപയോഗിക്കാം. അപ്പം ഷവർ ഹെഡിൽ നേരെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ ഷവറിലേക്ക് കുളിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഷവർ ഹെഡ് ഇതുപോലെ നമ്മൾ അഴിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഫിൽറ്റർ ഇതിലേക്ക് ഇത് ചെയ്യണം. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഫിൽറ്റർ ഒരു തവണ ജസ്റ്റ് നമ്മൾ ഈ നോർമൽ വെള്ളത്തിൽ റണ്ണിങ് വാട്ടറിൽ വെച്ച് ആ വെള്ളം കളയണം. അങ്ങനെ ചെയ്തിട്ട് വേണം ഈ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തവണ. അല്ലെങ്കിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം വെള്ളം കളഞ്ഞാലും മതി. എന്നാലും കുറച്ച് വെള്ളം ഉപയോഗിച്ച് ആദ്യം കുറച്ച് വെള്ളം കളയുക. അതതിൻ്റെ ഇൻസ്ട്രക്ഷനകത്തുണ്ട്. അപ്പം അതിനുശേഷം ഇതുപോലെ നമ്മൾ ഈ ഒരു ഹെഡ് നമ്മുടെ ഷവർ ഇരുന്ന ഒരു ഭാഗത്ത് ഫിൽറ്ററേഷൻ യൂണിറ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ഈ ഒരു ഷവർ ഹെഡ് കണക്ട് ചെയ്യുക. അപ്പോൾ വാഷ് ഇവരിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഫിറ്റ് ചെയ്യാൻ, അത് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടി വാഷ് ഉപയോഗിച്ച് നമുക്ക് ടൈറ്റാക്കി വെക്കാം. പരമാവധി വെള്ളം പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമുക്ക് ഫിറ്റാക്കി വെക്കുക. എന്നിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ചെറുതായിട്ട് എൻ്റെ പരീക്ഷണം പാളിയതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ആ ഷവർ ഹെഡ് ആദ്യം കണക്ട് ചെയ്തിട്ട് അതിനുശേഷം രണ്ടും കൂടെ ഒരുമിച്ച് പൈപ്പിലേക്ക് കണക്ട് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം അതവിടെ ശരിക്കും എനിക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഹൈറ്റ് പ്രശ്നമുള്ളതുകൊണ്ട്. നിങ്ങൾ സ്റ്റൂളിലൊക്കെ കയറി നിന്നിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് അത് മുകളിൽ കണക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മുടെ ഫിൽട്രേഷൻ യൂണിറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം വെള്ളം ഞാൻ ഉപയോഗിക്കുന്നത്, അതായത് വെള്ളം അതിനകത്തോട് വരുന്നത്. മുകളിൽ നിങ്ങൾക്ക് ചെറിയൊരു ലീക്ക് കാണാൻ വരുന്നുണ്ട്. ഞാൻ ആ ഒരു കണക്ഷൻ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അത് നിങ്ങൾ ചെയ്യുമ്പം നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റായിട്ടിരുന്നോളും, വെള്ളം ലീക്ക് ആവത്തില്ല.
അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹാർഡ് വാട്ടറിൽ പലപ്പോഴും ക്ലോറിനും അതുപോലെ ലെഡ് ക്രോമിയം അയോൺസ് ഒക്കെ ഉണ്ടാവും. അപ്പം ഇതിനകത്ത് ഒരു ഫിൽറ്റർ, ഈ 15 ഫിൽറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മേജർ ആയിട്ടുള്ളൊരു ഫിൽറ്ററാണ് KDA55 എന്ന് പറയുന്നത്. അതൊരു റെഡ് ഓക്സൈഡ് മീഡിയമാണ്, കോപ്പർ സിങ്ക് അലോയാണ്. അപ്പം ഈ ഒരു ഫിൽറ്ററിനകത്തോടെ ഈ വെള്ളം കടന്നു പോകുമ്പോഴത്തേനും ഇത് ഈ വെള്ളത്തിലുള്ള ഈ ക്ലോറൈഡായിട്ട് മാറ്റും. അപ്പോൾ ഈ ക്ലോറൈഡ് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഒഴുകി പോകാൻ സാധിക്കും. അതായത് നമ്മുടെ ഈ വെള്ളത്തിന് കൂടെ അത് ഒഴുകി അങ്ങ് പൊക്കോളും. പകരമായിട്ട് നമ്മുടെ തലയോട്ടിയിലോ അല്ലെങ്കിൽ മുടിയിലോ ഒന്നും സ്റ്റിക്കായിട്ടിരിക്കത്തില്ല. ഈ ക്ലോറിനൊക്കെയാണ് കുറച്ചും കൂടെ സ്റ്റിക്കായിട്ടിരിക്കുന്നത്. അതാണ് നമുക്ക് ഈ വൈറ്റ് പാച്ചസ് ഒക്കെ നമ്മുടെ തലമുടിയിൽ ഒരുപക്ഷെ കാണുന്നത്. ഈ ഹാർഡ് വാട്ടറിൽ കുളിക്കുമ്പം കാണുന്നത് അത് ഈ ഒരു ക്ലോറിൻ അതുപോലുള്ള അയോണുകൾ ഉള്ളതുകൊണ്ടാണ്. അപ്പം ഈ ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ഫിൽറ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സെഡിമെൻറ്റ് ഫിൽറ്റർ ചെയ്യുന്ന ചെറിയൊരു കോട്ടൺ ബോൾസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ചെറിയ രീതിയിൽ സെഡിമെൻറ്റ്സിനെ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും. അതായത് നമ്മുടെ വെള്ളത്തിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ തരികൾ, അതുപോലെ ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതിനൊക്കെ തടയും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ഫിൽട്രേഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു സ്മൂത്തർ ആയിട്ടുള്ളൊരു ഹെയർ കിട്ടാൻ വേണ്ടി ഇത് സഹായിക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു ആക്ച്വൽ വാട്ടർ സോഫ്റ്റ്നർ ഉപയോഗിക്കുന്നതിന് ഈക്വലൻ്റ് അല്ല ഒരിക്കലും. അതായത് നമ്മളിപ്പം ഒരു വാട്ടർ ഫിൽട്രേഷൻ യൂണിറ്റ്സ്, റിവേഴ്സ് ഓസ്മോസിസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഫിൽട്രേഷൻ യൂണിറ്റ്സ് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു സോഫ്റ്റനിങ് അല്ല ഇവിടെ നടക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു ഇൻ്റർമീഡിയറി പർപ്പസിന് വേണ്ടി മാത്രമാണ്. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ ഹെവി ആയിട്ടുള്ളൊരു ഭയങ്കര അതിഭീകരമായ TDS ഒക്കെ ഉള്ള വെള്ളമാണെങ്കിൽ ഇതുകൊണ്ട് ഉപയോഗിച്ചാലൊന്നും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വ്യത്യാസം കാണാൻ പറ്റില്ല. അതിന് നിങ്ങളൊരു സോഫ്റ്റ്നർ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നിങ്ങൾക്ക് കുറച്ചൊരു ക്ലോറിൻ ഇഷ്യൂ ഒക്കെ ഉണ്ട് നിങ്ങളുടെ വെള്ളത്തിലെന്നുണ്ടെങ്കിൽ അതിന് ചെറിയ റിലീഫ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ഫിൽറ്റർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കി. അതിൽ എൻ്റെ ഒരു TDS എന്ന് പറയുന്നത് ഏകദേശം ഒരു 500 ആണ്. അപ്പം അതിൽ ഒരു അത്യാവശ്യം വ്യത്യാസം എനിക്ക് ഇത് ഉപയോഗിക്കുമ്പോഴും ഉപയോഗിക്കാത്തപ്പോഴും തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഞാൻ വാങ്ങിച്ച ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതേപോലെ സെയിം പ്രോഡക്റ്റ്സ് വേറെ അവൈലബിൾ ആണ്. നിങ്ങൾ റിവ്യൂസൊക്കെ നോക്കിയിട്ട് ഏതാണെന്ന് വെച്ചാൽ വാങ്ങിച്ചു നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.